ഹലോ ഗായ്സ്, ആഫ്റ്റർ ലോങ് ടൈമിലാണ് നമ്മളൊരു വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത്. കൃത്യസമയത്ത് തന്നെ ചങ്ങായി ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ട്. കയറാൻ ഇപ്പം തോന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ കിട്ടി കേട്ടോ. നമുക്ക് കിണ്ണ ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടീമിൽ സ്ക്വാഡ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സെറ്റാവട്ടെ. നമുക്ക് എന്തായാലും ഇവൻ്റ് കൂടി അതൊരു മാച്ച് കളിച്ചിട്ട് തുടങ്ങിയേക്കാം അല്ലേ? സോറി ഗൈസ്, അത് എപ്പോഴും നേരത്തെ എങ്ങാനോട്ട് ഇൻവൈറ്റ് ആണ്. അപ്പം നമുക്കിന്ന് കഴിഞ്ഞ ദിവസം പൗലോ മാൾഡിനെ എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. 104 വരെ റേറ്റിംഗ് പോവും, 105 വരെ പോകും ഗൈസ്. മറ്റേ ഡബിൾ ബൂസ്റ്റർ മാനേജർ വേണം. ഞാൻ കൊടുത്തേക്കുന്ന പ്ലെയർ പ്രൊഫഷൻ കാണിച്ചു തരാം. സ്റ്റാറ്റ്സ് ഇതാണ് കിട്ടുന്നത്. നല്ല കിണ്ണം പ്ലെയറാണ്. പുള്ളിയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ്. തുറാമിൻ്റെ ആ പാക്കിലെ തുറാമിനെ പോലെ തന്നെ കിണ്ണ സ്പീഡാണ്. പിന്നെ നല്ല രീതിക്ക് ടാക്കിളുണ്ട്, നല്ല രീതിക്ക് ഇൻ്റർസെപ്ഷൻ ഉണ്ട്, നല്ല രീതിക്ക് ഹെഡിങ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഇച്ചിരിയും കൂടെ ബോൾ ക്യാരി ചെയ്യാനുള്ള കഴിവ് മാൾഡിനിക്കുണ്ട്. മറ്റുള്ള ഡിഫൻഡേഴ്സിന് ഏത് പ്ലെയർ ആയാലും, അതിപ്പോൾ തുറാമായാലും ബെല്ലറ്റി ആയാലും ആദംസ് ആയാലും ആരായാലും, പിന്നെ നമ്മുടെ എന്താ പറയുക, ബോൾ ക്യാരി ചെയ്യാനുള്ള കഴിവ് കുറച്ചും കൂടെ ഉള്ളത്. അതായത് പെട്ടെന്ന് എത്തിച്ച് പാസ് കൊടുക്കാനും ചെറിയ രീതിക്ക് അറ്റാക്ക് ചെയ്യാനും മാൾഡിനിക്കാണ് ഇച്ചിരിയും കൂടെ കഴിവ്. പിന്നെ ഡിഫൻഡീവ് വരെ നോക്കുവാണെങ്കിൽ തുറാമ് സെറ്റാണ്, മാൾഡിനി സെറ്റാണ്. അതുകൊണ്ട് പിന്നെ സീനില്ല. നമ്മളൊരു അക്കൗണ്ടിൽ തുറാമിനെ കളിപ്പിച്ച് നോക്കിയായിരുന്നു. അതിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മാച്ചിലേക്ക് പോയേക്കാം. നമ്മൾ ബ്രസീലിയൻ ലെജൻസാണ് കളിക്കുന്നത്. തുറാമിനെ കളിപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമായിട്ട് പറഞ്ഞത്, ഡിഫൻഡിങ്ങിൽ രണ്ടാൾ സീനാണ്, ഒരു രക്ഷയില്ല. തുറാമിന് നല്ല സ്പീഡാണ്, കാൻ്റെ പടാണ്. തുറാമിന് നല്ല സ്പീഡാണ്, കാൻ്റെ പടാണ്. ആരെ ഇറക്കും? ഇരിക്കട്ടെ. തുറാമ് നല്ല സ്പീഡാണ്. പിന്നെന്താ, നല്ലോണം ഹെഡിങ് പവർ ഉണ്ട്. ക്ലിയറൊക്കെ ഹെഡ് വഴി ക്ലിയറൊക്കെ ചെയ്യുമ്പോൾ, അതായത് കോർണറൊക്കെ ഒപ്പോണൻ്റ് അടിച്ച് ഹെഡ് വഴി ക്ലിയറൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് എഫക്റ്റീവായിട്ട് പോകുന്ന തുറാമാണ്. മാൾഡിനിക്ക് എനിക്ക് തുറാമിനേക്കാൾ ഇച്ചിരിയും കൂടെ എന്താ പറയുക, ടാക്കിളും ഇൻ്റർസെപ്ഷനും മാൻ മാർക്കറ്റിങ്ങും ഇച്ചിരിയും കൂടെ മാൾഡിനിക്കായ പോലെ തോന്നി. അതിൻ്റെ തോന്നലാണോ എന്നറിയില്ല. തോന്നൽ തന്നെ ആയിരിക്കും. തോന്നലൊന്നല്ലായിരിക്കും, തോന്നിയത് തന്നെയാണ് ഗൈസ്. തോന്നൽ, ഞാൻ എന്താണ് ഈ പറയണത്? കളിയിലേക്ക് കോൺസെൻട്രേറ്റ് വന്നാൽ ഞാനിങ്ങനെയൊക്കെ പറയും. തോന്നലല്ല, ശരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. തുറാമിനേക്കാൾ ഇച്ചിരിയും കൂടെ നന്നായിട്ട് അങ്ങനത്തെ ഇൻ്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയത് മാൾഡിനിക്കാണ്. നമ്മളതിൻ്റെ ഇടയിൽ ഗോൾ ഇട്ട് കേട്ടോ. ഒറ്റ മൂഞ്ചി കളിക്കാൻ നോക്കിയതാ. എനിക്ക് പിന്നെ തുറാമിൻ്റെ ആവശ്യമില്ല ഗൈസ്. കാരണം ഞാൻ കാണിച്ചു തരാം. എനിക്ക് തുറാമിന് മെയിനായിട്ടുള്ള സ്പീഡാണ്. അണ്ണൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ബെല്ലറ്റി ഉണ്ട് ഇവിടെ. അണ്ണൻ്റെ സ്പീഡ്, കിക്കിംഗ് പവർ, സ്റ്റാമിന, ഡിഫൻഡീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമുണ്ട്. നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. ആ പാക്കിൽ ഇതുവരെയായിട്ട് എന്നെ ചതിക്കാത്തൊരു പുള്ളിയാണ്. അതായത് ഡേവിഡിലേക്ക് ഇടയ്ക്കൊക്കെ ചതിച്ചായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഡേവിഡിലെ ചില സമയത്തൊക്കെ പണി തരും, ചില സമയത്ത് ഡേവിഡിൻ്റെ പവറൊക്കെ കുറക്കും. പിന്നെ അപ്ഡേറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് കൂട്ടും, പിന്നെയും കുറക്കും. ഒരു പിടുത്തം വരുന്നുണ്ടല്ലോ. അങ്ങനെയായിരുന്നു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല പിടുത്തം വരുന്നുണ്ട് ഗൈസ്. എടാ, ഇത് കഷ്ടമായി പോയല്ലോ. എനിക്ക് പിന്നെ സത്യം പറയല്ലോ, അത്ര വലുതായിട്ട് കളിപ്പിക്കാനും അറിയത്തില്ല. അത്ര വലുതായിട്ട് സത്യം പറഞ്ഞാൽ മാൾഡിനെ പോലത്തെ ഹെവി പ്ലെയറിന് എനിക്ക് അങ്ങനെ കളിപ്പിക്കാൻ അറിയില്ല. ഇപ്പം ഈ ആൻറ്റി കോളിന് എനിക്ക് കിട്ടിയ പാടും ഭയങ്കര മോശം കാർഡായിരുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് കളിച്ച് ഒരു മാസമൊക്കെ കളിച്ച് സെറ്റായതാണ്. അതുപോലെ തന്നെ എനിക്ക് മാൾഡിനെ ഇപ്പോൾ അത്ര കളിപ്പിക്കാനാവുന്നില്ല. കാരണം പുള്ളിക്ക് നല്ല സ്പീഡാണ്. ഇച്ചിരി കൂടെ ടാക്ലിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കളിപ്പിക്കാനാവുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. തുറാമിനെ കളിപ്പിച്ച് നോക്കുമ്പോൾ മാൾഡിനേക്കാൾ എഫക്റ്റായിട്ട് തോന്നിയത് സ്പീഡാണ്. അന്യായ സ്പീഡാണ്. എനിക്കിതാണ് പ്രശ്നം. ഞാൻ ഈ മാച്ചപ്പ് കളിച്ച് പിടിക്കുന്നതുകൊണ്ടേ മാച്ചപ്പാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ മാച്ചപ്പ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിൽ റൺ ചെയ്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ടാക്കിൾ ചെയ്യാൻ അറിയില്ല. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ബസ്സിൽ ടാക്കിൾ ചെയ്യാൻ അറിയില്ല. നമ്മുടെ അണ്ണൻ വന്നപ്പോൾ, മാൾഡിനി വന്നപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ
ഇവൻ ടോണി ആദംസിന് റിഗ്രറ്റ് അടിച്ചു തോന്നുന്നു ഗൈസ്. രണ്ടാളിപ്പോൾ കട്ടക്ക് കളിക്കുന്നുണ്ട്. മാൾഡിനിയാണ് ഇച്ചിരി കൂടെ കളിക്കുന്നത്. എന്നാലും ആദംസ് മാൾഡിനിനൊപ്പം നിൽക്കുമ്പോഴൊക്കെ ഇച്ചിരി കട്ടക്ക് നിൽക്കണ്ടേ? വലിയ പുള്ളികളുടെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ അത്ര കുറഞ്ഞൊന്നും നിൽക്കാൻ പാടില്ലല്ലോ. ഉണ്ടല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ചെയ്ത കണ്ടിട്ടില്ലേ, ഇപ്പോൾ പിടിച്ച കണ്ടിട്ടില്ലേ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരിയും കൂടി എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് മാൾഡിനിയിലാണ്. തുറാമിനെ കളിപ്പിച്ച് നോക്കിയിട്ടുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ. സൈഡ് തുറാമിന് പക്ഷേ മാൾഡിനിയെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരിയും കൂടെ ഫിസിക്കലായിട്ട് കോൺടാക്ട് ചെയ്ത് ബോൾ മേടിക്കുന്നുണ്ട്. ഫിസിക്കൽ കോൺടാക്റ്റ് വഴി ബോൾ മേടിക്കുന്നുണ്ട്, സ്പീഡ് വഴി ബോൾ മേടിക്കുന്നുണ്ട്. മാൾഡിനി ആണെങ്കിൽ ഇൻറ്റർസെപ്ഷൻ, ടാക്ലിങ്, പിന്നെ ഡിഫെൻഡിങ് അവയർനെസ്സൊക്കെ പുള്ളിക്ക് ഇച്ചിരി കൂടുതലാണല്ലോ. ഞാനെന്താണ് കാണിച്ചത്? കുഴപ്പമില്ല. ഈ പാക്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കളിക്കുന്നത് നിലവിൽ ഇപ്പം നമ്മുടെ അണ്ണനാണ്, ആൻറ്റി കോളാണ്. കോളിൻ്റെ മോനെ ഏതാടാ ഗൈസ്? കോളിനെ കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് പറയണേ, കമൻറ്റ് ചെയ്യണേ. എടാ ഇവനെങ്ങോട്ടാ? കോളിനെ കിട്ടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. മാസ്റ്റർ ടേൺ നോക്കിയാണ്, നടന്നില്ല. ഫ്രീ ട്രയൽ കിട്ടിയാണ് ഗൈസ് ബെയിലിൻ്റെ ബാക്കിൽ നിന്ന്. ഫസ്റ്റ് ഫ്രീ ഒരു ട്രൈ കിട്ടുമായിരുന്നില്ലേ? ഇതാണ് ഇവന്മാരൊക്കെ ഒരു നല്ല കാര്യം. കണ്ടില്ലേ, ഇടിച്ച് ബോൾ മേടിച്ച് കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ആ പാക്കിൽ ഏറ്റവും നല്ല പ്ലെയർ ബെയിലായിരിക്കും, സ്വാഭാവികമായിട്ടും ബെയിലായിരിക്കും. സെക്കൻഡ് ശവശങ്കോ, പിന്നെ തേർഡ് എനിക്ക് തോന്നുന്നു ബാജിയോനേക്കാൾ നന്നായിട്ട് കളിക്കുന്നത് ആൻറ്റിക്കോളാണ്. കണ്ടില്ല ആ ഒരു ഫിസിക്ക് കണ്ടില്ലേ പുള്ളിയുടെ? പുള്ളി കിട്ടിയ സമയത്തിലെ പവർ എന്താണ് അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ട്. സത്യം പറയാലോ, മാൾഡിനിയും പോട്ടെ, അണ്ണൻ്റെ കാര്യം പറഞ്ഞാണ്, ആൻറ്റിക്കോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാണ്. കിട്ടിയ സമയത്തിലെ പവർ ഇപ്പോഴും ഉണ്ട്. എല്ലാ ദിവസവും മാൻ ഓഫ് ദ മാച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡേവിളിലെ കൊള്ളാം, പക്ഷെ ചില സമയത്തൊക്കെ പുള്ളി പണി തരും. ചോറൊക്കെ കഴിച്ചോ ഗൈസ്? ഞാൻ ചോറൊക്കെ കഴിച്ചിരിക്കുന്നതാണ്, രാത്രിയല്ലേ. എനിക്ക് പിന്നെ തുറാമിനേക്കാളും ആവശ്യം തുറാമിനേക്കാൾ ആവശ്യം എനിക്ക് മാൾഡിനി ആയിരുന്നു. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഇതാണ് ഞാൻ വർത്താനായിപ്പോയല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത്, തുറാം എന്ന് പറയുന്ന പ്ലെയറിന് പകരം എനിക്ക് ബെല്ലട്ടി ഉണ്ട് അവിടെ. ബെല്ലട്ടിയിൽ എനിക്കിപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അമ്മേ നാറ്റിക്കല്ലേ, കുഴപ്പമില്ല. അതൊരുമാതിരി പ്രസ്സിങ് ആയിപ്പോയി. എടാ ഫുള്ള് പ്രസ്സിങ് ആണല്ലോ എല്ലാവരും. ഇച്ചിരിയും കൂടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ പുള്ളിയാണ് ഇച്ചിരി ചെയ്തിരുന്നത്, മാൾഡിനിയാണ്. പുള്ളി ഇച്ചിരിയും കൂടെ ബോൾ കൊടുക്കാനും ക്രോസൊക്കെ ഇട്ട് കൊടുക്കാൻ പുള്ളി ഇച്ചിരിയും കൂടെ സീനാണ് മാൾഡിനി. തുറാം പിന്നെ സ്പീഡാണ്, കണ്ണനല്ല, നല്ല സ്പീഡാണ്. He got the ball and goal. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രസീലിയൻ ലെജൻസിൻ്റെ കൂടെ കളിക്കുന്നത്. നാളെയും കൂടെ ഉള്ളൂ, നാളെ അപ്ഡേറ്റ് ആണ്. എന്തൊക്കെ വരുമെന്ന് അറിയില്ല. മാൾഡിനിനെ സത്യം പറയില്ല ഗൈസ്, ഞാൻ 600 കോയിൻസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എടാ ഹെഡ് ചെയ്യണേ. ഓക്കെ, 600 കോയിൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 200 കോയിൻസും 300 കോയിൻസ് പ്ലസ് എന്താ പറയുക ഒരിത്. പിന്നെ നമ്മുടെ കാർണിവലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? കാർണിവലിൻ്റെ ഭാഗമായിട്ട് 300 കോയിൻസ് കിട്ടിയിട്ടില്ലേ? അപ്പോൾ ആ വഴി ഒന്ന് 600 കോയിൻസ് കിട്ടിയായിരുന്നു. 300 ഞാൻ നേരത്തെ 200 എന്നാണ് പറഞ്ഞത്. 300 കോയിൻസ് എൻ്റെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചതും പിന്നെ ഒരു 300 കിട്ടി. 600 കോയിൻസ് ഫസ്റ്റ് ട്രൈ തന്നെ. കളറ് സ്റ്റേഡിയത്തിലല്ല, ഒരു കളറ് സൈഡ് ചുറ്റൊരു കളറ്. പിന്നെ നോക്കുമ്പോൾ അതാണ്ട് അങ്ങനെ കിട്ടി. എനിക്ക് ആവശ്യമുള്ളൊരു പ്ലെയറും കൂടിയാണ് സത്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ബാക്കിൽ എനിക്ക് മറ്റേ ഫ്രീ ആയിട്ട് സെലക്ഷൻ കോൺട്രാക്റ്റ് കൊടുത്ത് മേടിച്ച മറ്റേ ഹൈലൈറ്റ് കാർഡ് തിയോ ഹെർണാണ്ടസ് ആണ്. അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡുണ്ട്, നല്ല സ്പീഡുണ്ട്. നല്ല സ്പീഡുണ്ട്, 99 സ്പീഡുണ്ട്. പക്ഷേ ഇൻ്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ബാക്ക് പിന്നെ എനിക്ക് വീക്കാണ്. നോമിനേഷൻ കാർഡും കൊടുത്ത് മേടിച്ചും ഫ്രീ കിട്ടിയ കാർഡുകൾ മാത്രമാണുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും മാൾഡിനി ആയിരുന്നു എനിക്ക്. പിന്നെ മാൾഡിനി
തുറാമും മാൾഡിനെയാണ് ഗൈസ് ആ പാക്കിൽ ഏറ്റവും ടോപ്പ് പ്ലെയർ. രണ്ടും കിണ്ണം കാർഡാണ്. രണ്ടും ചിലവർ പറയുന്നത് മാൾഡിനെയാണ് നല്ലത്, ചിലവർ പറയുന്നത് തുറാമാണ് നല്ലതെന്ന്. സത്യം പറയല്ലോ, കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചാൽ രണ്ടും കിണ്ണം കാർഡാണ്. കണ്ടില്ലേ, രണ്ടും കിണ്ണം കാർഡ്. എല്ലാവരും കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ച് വയ്ക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എത്ര, ഞാൻ ഈ പറയുന്നതിനിടയ്ക്ക് എത്ര വട്ടം ബോൾ എടുത്തുന്നുണ്ടോ? ആരംഭിച്ച പണിയല്ലേ, അത്രേ ഉള്ളൂ. രണ്ടും കിണ്ണം കാർഡ് ഗൈസ്. ഒരുത്തൻ നമ്മുടെ അണ്ണൻ, അതായത് തുറാമാണെങ്കിൽ സ്പീഡ്, ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഹെഡിങ്, ഇങ്ങനത്തെ കാര്യം. എടാ ലാഗടാ, എന്ത് ലാഗടാ ഇത്, അയ്യോ എടാ എമ്മാരി ലാഗടാ ഇത്. കുഴപ്പമില്ല. തുറാമ അങ്ങനത്തെ കാര്യങ്ങൾ വഴി നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. നമ്മുടെ അണ്ണനാണെങ്കിൽ ഇൻ്റർസെപ്ഷൻ, ടാക്ലിങ്, ഡിഫെൻഡിങ് എൻഗേജ്മെൻറ്റ്, ഡിഫെൻഡിങ് അവയർനെസ്, അഗ്രഷൻ, ഇങ്ങനത്തെ വഴി അണ്ണനും തെളിവ് കാണിക്കുന്നുണ്ട്, കഴിവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ടേൺ 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 അതുകൊണ്ട് പിന്നെ എടാ അവസാന നിമിഷമാണ് പണിയരുമോ വണ്ടീന്. പിടിച്ചായിരുന്നു ഇവിടെ. ഓക്കെ, ജയിച്ചിട്ടുണ്ട്. നല്ല പ്രോഗ്രഷനാണ് സത്യം പറയില്ല. പുള്ളി ഓട്ടോ പ്രോഗ്രഷനിൽ തന്നെ നല്ല കളിയാണ്. ഈ പ്രോഗ്രഷൻ ഇട്ടപ്പോൾ അത്രക്കും മേലെ കളിയാണ്. നിങ്ങൾ ഈ 102 കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ഇവിടെ ഏറ്റവും താഴെയാണോ? അല്ല 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 ഓക്കെ. ഇവിടെ നല്ല ഇൻ്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. കാണിച്ചു തരാം, ഹൈലൈറ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ കിണ്ണം കൂട്. ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം നമുക്ക് കാണണ്ട. ഷോട്ട് ടേക്കണാണ്, അവരുടെ ഷോട്ട് ടേക്കണാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ പിന്നെ അവരൊരു കക്ക അടിച്ചു. കക്ക സീനാണ് കേട്ടോ. കക്കേൻ്റെ കൂടെയൊക്കെ മള്ളിലേക്ക് പിടിച്ചിരിക്കാൻ ഇച്ചിരി പണിയായിരിക്കും. കാരണം രണ്ടും ലെജൻസാണ്. ലെജൻഡ് വിസസ് ലെജൻഡ്. സാധനം അടിച്ചു കേട്ടോ നമ്മളെ. ഇതല്ല നമുക്ക് കാണേണ്ടത്. മാൾഡി ഇഷ്ടം പോലെ ഇതൊക്കെ ഒന്ന് കാണണം. മാൾഡീൻ്റെ കുറേ ബ്ലോക്ക് ഉണ്ട്. നമ്പർ 1 ഇത് എന്താ, അത് മാൾഡീനിയാണ്. പിന്നെ അവൻ്റെ റൊമാരി, ഇത് കട്ട ലാഗായിരുന്നു സത്യം പറയാലോ. ഇത്രേ ഉള്ളൂ. പിന്നെ ബാക്കി ഇൻ്റർസെപ്ഷനാണ് കേസ്, അതൊന്നും കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ തുറാമിനെ കിട്ടിയവരുണ്ടെങ്കിൽ അതിനെ വെച്ച് എൻജോയ് ചെയ്യോ, നമ്മുടെ മാൾഡീനെ കിട്ടിയവരുണ്ടെങ്കിൽ അത് വെച്ച് എൻജോയ് ചെയ്തോ. രണ്ടും കിണ്ണം കാർഡാണ്, രണ്ടും കിടലാണ്. ഒരാൾ മറ്റേ ഹെഡിങ്ങും സ്പീഡ്, എന്താ പറയുക, ആക്സിലറേഷൻ, ഫിസിക്കൽ കോണ്ടാക്റ്റ്, ഹെഡിങ് വഴി കഴിവ് തെളിയിക്കുന്നുണ്ട്. മറ്റൊരാൾ അതിനൊക്കെ കഴിവ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഡിഫെൻഡിങ് അവയർനെസ്, ടാക്ലിങ്, അഗ്രഷൻ, എൻഗേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ വഴി നമ്മുടെ മാൾഡീനും കഴിവ് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, രണ്ടും കിട്ടിയവർ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ പിന്നെ പുള്ളി ഇവിടെയും കളിക്കും ഗൈസ്, റൈറ്റ് ബാക്കും കളിക്കും. ഇത് സീനാണ് കേട്ടോ. ഈ കാർഡ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നല്ല കാർഡാണ്. ഓക്കെ, ബൈ, ടാറ്റ, ഗുഡ് നൈറ്റ്.